ഹേയ് ഗായ്സ് വെൽക്കം ബാക്ക് എഗെയിൻ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ആളെ പേര് സിംബ എന്നാണ് കേട്ടോ. നമ്മുടെ വീട്ടിലെ പൂച്ചക്കുട്ടിയാണ്. ആളിത്തിരി ടെററാണ്, ഭയങ്കര സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും അത്യാവശ്യം വികൃതിയുള്ള കൂട്ടത്തിൽ പെട്ടതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ ഈ സ്കിൻ കെയറിൻ്റെ കാര്യത്തിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്ന ആൾക്കാരാണല്ലേ. ബോഡി കെയർ, സ്കിൻ കെയർ, ഹെയർ കെയർ എന്നൊക്കെ പറയുന്നത്. ഞാൻ അങ്ങനെയുള്ള ഒരാളാണ്. എനിക്ക് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ ഒരു യൂട്യൂബ് ചാനലിൽ തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പുറമെ ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ സ്കിന്നിൽ നല്ലൊരു പോസിറ്റീവ് റിസൾട്ട് നമുക്ക് തരാം. നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നത് കൂടി നമ്മുടെ സ്കിന്നിന്, ഹെയറിനെ, ബോഡീനൊക്കെ നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, നമ്മൾ ഈ കടകളിൽ നിന്ന് വലിയ വിലയൊക്കെ കൊടുത്ത് വാങ്ങിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ഒന്നായിരിക്കും ഈ പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത്. ഈ കെമിക്കലോ പ്രിസർവേറ്റീവ്സോ ഒന്നും കൂടാതെ നമുക്ക് ഈ പ്രോട്ടീൻ പൗഡർ ഒന്ന് വീട്ടിൽ റെഡിയാക്കി എടുത്താലോ. യെസ്, അതാണ് ഗൈസ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കിയിട്ടുള്ളത്. കുട്ടികൾക്കും മുതിർന്ന ആളുകൾക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന, പേശികൾക്കും എല്ലിനും ഒക്കെ ബലം നൽകുന്ന നല്ലൊരു കിഡിലൻ ഹെൽത്ത് മിക്സാണ് ഇന്ന് നമ്മളിവിടെ റെഡിയാക്കുന്നത്. എന്തൊക്കെയാണ് ഇതിന് ആവശ്യമുള്ളതെന്ന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അതിന് മുന്നേ ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ അതേപോലെ തന്നെ വൈകുന്നേരം എന്താ പറയുക, ചൂടുള്ള പാലിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടോ ഇതേപോലെ റോ ആയിട്ടോ എങ്ങനെ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. കുറുക്കൊക്കെ ആയിട്ട് കഴിക്കാനും ഇത് ബെറ്ററാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇത് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഞാനിത് ഉണ്ടാക്കി വീഡിയോ എടുത്തു. ഇന്നിപ്പോൾ വീഡിയോ പബ്ലിഷ് ചെയ്യാൻ വരും. ഇപ്പോഴേക്കും എൻ്റെ കയ്യിലുള്ള ഈ ഒരു മിക്സിൻ്റെ ഇത് കഴിഞ്ഞു ഗൈസ്. ഇനി ഞാനിപ്പോൾ വേറെ ഉണ്ടാക്കണം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള സാധനമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. എന്ത് ഭംഗിയല്ല കാണാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എല്ലാം ഓരോ പിടി വീതമാണ് കേട്ടോ ഞാൻ എടുത്തുള്ളത്. ഫ്ലാക്സ് സീഡ് എടുത്തിട്ടുണ്ട്, ക്യുനോവ സീഡ് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ചിയ സീഡ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് നല്ലത് നോക്കിയിട്ട് വാങ്ങിയിട്ട് എടുത്തിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ബേസിൽ സീഡ് എടുത്തിട്ടുണ്ട്, പിന്നെ അതേപോലെ സൺഫ്ലവർ സീഡ്സ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ ഓട്സ് ഇല്ലേ, റോൾഡ് ഓട്സ്, അതും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ലതാണ് ഓട്സൊക്കെ ചേർക്കുന്നത്. പിന്നെ ഇതൊന്നും കൂടാതെ ഞാൻ വെള്ള എള്ളില്ലേ, വെള്ള എള്ള് എടുത്തിട്ടുണ്ട്. കറുപ്പ് എള്ള് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ എടുത്തിട്ടുള്ള മുത്താറിയാണ്. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് ഒരു പിടി അരിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ശർക്കരയാണ് കേട്ടോ. മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ്. അപ്പോൾ ഇത്ര സാധനങ്ങളൊക്കെ ഞാൻ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് എക്സ്ട്രാ നട്ട്സോ കാര്യങ്ങളൊക്കെ ഇടാം. അപ്പോൾ ഇതിൽ ഇപ്പോൾ തന്നെ ഓൾറെഡി പ്രോട്ടീൻസ് ആണ്, അപ്പോൾ അത് കുറച്ചുകൂടി അധികമാവാനാണ് ചാൻസ്. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ എടുക്കുന്ന ക്വാണ്ടിറ്റി നിങ്ങൾ കുറച്ചെടുക്കുക കേട്ടോ. കഴിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചെടുക്കുക. കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തും അമിതമായിട്ടുണ്ടെങ്കിൽ ആപത്താണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ അരി വറുത്ത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഓരോ സാധനങ്ങൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വറുത്ത് എടുക്കാം കേട്ടോ. മുത്താറി എന്ന് പറയുന്നത് കാൽസ്യത്തിൻ്റെ കലവറയാണ്. ഒരുപാട് കാൽസ്യം ഉള്ളതാണ്. ക്യുനോവ, അതേപോലെ തന്നെ ചിയ സീഡ്, ഫ്ലാക്സ് സീഡൊക്കെ ഒമേഗ 3യും അതേപോലെ പ്രോട്ടീൻസും അടങ്ങിയിട്ടുള്ള സൂപ്പർ ഫുഡ് എന്ന് വിളിക്കുന്ന കൂട്ടത്തിൽ പെട്ടിട്ടുള്ളതാണ്. പിന്നെ സൺഫ്ലവർ സീഡ്, വെള്ള എള്ള്, ബേസിൽ സീഡൊക്കെ ഇതേപോലെ തന്നെ വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും പ്രോട്ടീൻസൊക്കെ അടങ്ങിയിട്ടുള്ളത് തന്നെയാണ്. പിന്നെ ഞാൻ എടുക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അരിയാണ് എടുത്തിട്ടുള്ളത്. നോർമൽ ഒരു പിടിയൊക്കെ ഓരോ പിടി വീതം എടുത്താൽ മതി കേട്ടോ. പിന്നെ ശർക്കരയാണ്. ശർക്കര എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ പൊടിച്ച് ചേർക്കാം. പൊടിച്ച് ചേർക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി എക്സ്ട്രാ കെയർ എടുക്കണം, പൂത്ത് പോവരുത് നമ്മുടെ ഈ ഒരു പൗഡർ. ഇനി അല്ലെങ്കിൽ ശർക്കര എക്സ്ട്രാ പൊടിച്ച് വെച്ചിട്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് അതിലേക്ക് കുറേശ്ശെ ചേർത്തിട്ട് അങ്ങനെ കഴിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സംഭവം മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനെ വറുത്ത് പൊടിച്ച് വെക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇത് ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ നാച്ചുറൽ പ്രോട്ടീൻ പൗഡർ ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ ഇട്ട് വെക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇത് കഴിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും കൂടി ഞാൻ പറയണ്ടേ. യെസ്, റാഗിയും എള്ളും
ഒക്കെ എല്ലിന് ബലം നൽകും. ചിയാ സീഡ് കിനോവയ്ക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രകൃതിദത്ത പ്രോട്ടീൻസ് നമുക്ക് നൽകുന്നുണ്ട്. കസ്കസ് നമുക്ക് ദഹനം കൂട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ദിവസം മുഴുവൻ എന്താ പറയുക, നല്ല അടിപൊളിയായിട്ട് എനർജിയോടെ തുള്ളിച്ചാടി ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു എനർജി ഫീൽ ചെയ്യും. ഇത് അടിപൊളിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഹെൽത്തി ആയി ഇരിക്കാൻ സഹായിക്കും. വീണ്ടും നല്ലൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. പിന്നെ നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ അടിപൊളിയാണ്. ഉള്ളിലേക്ക് കഴിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.